ഇതുപോലെ വല്ല റെസിപ്പിയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കി നോക്കുന്നവരെ എനിക്ക് സത്യം പറഞ്ഞ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. അപ്പൊ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. പക്ഷെ എൻ്റെ കയ്യിൽ അതില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു തേങ്ങ എടുത്തിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആദ്യം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ഒന്നുമില്ല, 10 മിനിറ്റിന്റെ പണിയുള്ളൂ, പെട്ടെന്ന് തീർക്കാം. ആദ്യം തന്നെ തേങ്ങ ഇതുപോലെ ഒന്ന് ചുഴിഞ്ഞെടുക്കുക. അതിന്റെ പുറത്ത് ആ കറുത്ത തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയുക. ഇനി ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയ ശേഷം മിക്സിയുടെ ചട്നി ജാറിൽ പൾസ് മോഡിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിയായി. ഇനി അതിലേക്ക് കുറച്ച് ബട്ടറും പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല, കാരണം എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. അവസാനം നമ്മളെല്ലാം കൂടെ ഇളക്കി ഒന്ന് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രസീലിയൻ ബല ബയാന, ഒന്നുമില്ല, കോക്കനട്ട് ക്യാൻഡി, അതാണല്ലോ. അപ്പൊ അതിന് നമുക്ക് കുറച്ച് കാരമലും കൂടെ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോക്കനട്ട് ബോൾസ് ഈ കാരമലിലൊന്ന് കോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇത് സത്യം പറഞ്ഞാൽ കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക്